ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭൂലോക വൈകുണ്ഠമായ ശ്രീ ഗുരുവായൂർ അമ്പലനടയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഓരോ ഭക്ത മനസ്സിലും നിറയുന്നത് ശാന്തിയും ആനന്ദവും മാത്രമാണ്. ഉച്ചപൂജ കഴിഞ്ഞ് ശ്രീലകവാതിൽ തുറക്കുമ്പോൾ കളഭത്തിൻ്റെ സുഗന്ധത്തോടൊപ്പം നമ്മുടെ കൺമുന്നിൽ വിരാജിക്കുന്നത് പരബ്രഹ്മസ്വരൂപനായ സാക്ഷാത് ശ്രീമദ് നാരായണനാണ്. ഇന്നത്തെ ദിവസം ഉച്ചപൂജയ്ക്ക് പൊന്നു ഗുരുവായൂരപ്പനായി ചാർത്തിയിരിക്കുന്നത് ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരമൂർത്തിയുടെ ഭാവമാണ്. ജഗത് പവിത്രമായ പൂർണ്ണാവതാര സങ്കല്പത്തിൽ സമുദ്രമഥന വേളയിൽ ഭക്തന്മാരെയും ദേവന്മാരെയും കാത്തുരക്ഷിച്ച കൂർമാവതാര ഭാവത്തിലാണ് ഭഗവാൻ ഇന്ന് തിരുനടയിൽ പ്രകാശിക്കുന്നത്. ഈ ദിവ്യരൂപത്തെ ധ്യാനിച്ച് മനസ്സിരുത്തി ഭഗവത് പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കാം. അരയ്ക്ക് താഴോട്ട് കൂർമ്മരൂപം ആണ്, അരയ്ക്ക് കീഴ്പോട്ട് മഹാവിഷ്ണു കൂർമ്മരൂപത്തിൻ്റെ ദിവ്യരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആമയുടെ പുറന്തോടും 4 തൃപ്പാദങ്ങളും കളഭത്തിൽ അതിമനോഹരായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഉറച്ച പുറന്തോടോടെ മന്ദരപർവ്വതത്തെ സ്വന്തം പൃഷ്ഠത്തിൽ താങ്ങി നിർത്തിയ ആദികൂർമ്മത്തിൻ്റെ ശാന്തതയും ശക്തിയും ആ രൂപത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അരയ്ക്ക് മുകളിലോട്ട് സാക്ഷാത് സർവേശ്വരനായ തിരുമഹാപ്രഭുവിൻ്റെ ചതുർബാഹു രൂപത്തിലാണ് കാണുന്നത്. 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയേന്തി ഭക്തജനങ്ങൾക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് സർവേശ്വരൻ വിരാജിക്കുന്നുണ്ട്. മന്ദഹാസം തൂകുന്ന ആ ദിവ്യമായ തിരുമുഖം നോക്കി നോക്കൂ. അവിടുത്തെ നെറ്റിത്തടത്തിൽ മനോഹരായ സ്വർണ്ണഗോപി ശോഭിക്കുന്നുണ്ട്. കാതുകളിൽ ചെവിപ്പൂക്കളുണ്ട്. കഴുത്തിനോട് ചേർന്ന് മനോഹരമായ വളയം പോലൊരു മാലയും മാങ്ങാമാലയും അതിന് നടുവിലായിട്ട് രത്നപതക്കവും ചാർത്തിയിട്ടുണ്ട്. തൃക്കൈകളിൽ കൈവളകളും തോൾവളകളും ശോഭിക്കുന്നുണ്ട്. തിരുമുടിയിൽ തലയുയർത്തി നിൽക്കുന്ന തേജസ്സുറ്റ ഒരു പൊൻകിരീടാണ് ചാർത്തിയിരിക്കുന്നത്. കിരീടത്തിൻ്റെ തിളക്കവും കളഭത്തിൻ്റെ വർണ്ണവും ഒക്കെ കൂടി ശ്രീലക ഇങ്ങനെ ദിവ്യ ജ്യോതിസ്സുകൊണ്ട് നിറയുകയാണ്. പൊൻകിരീടത്തിന് താഴെ 2 തിരുമുടിമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് വെളുത്ത പൂക്കളും, അതായത് നന്ദ്യാർവട്ടവും രക്തവർണ്ണമുള്ള തെച്ചിപ്പൂക്കളും കൂടി ചേർത്തിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തത് തെച്ചിപ്പൂക്കളും കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള തുളസിപ്പൂക്കളും കൂടി ഇടകലർന്ന് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ഭഗവാന്റെ തിരുമേനിയിൽ നോക്കി നോക്കൂ. 2 തടിച്ച ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. അതിലൊന്ന് തെച്ചിപ്പൂക്കൾ ധാരാളമായി ചേർത്ത് ഇടയിൽ പച്ചപ്പട്ടുപോലെ തുളസിക്കതിരുകൾ വെച്ച വനമാല സങ്കല്പത്തിലുള്ള ഉണ്ടമാലയാണ്. രണ്ടാമത്തത് വെളുത്ത പൂക്കളും തെച്ചിയും ഇടവിട്ടിടവിട്ട് മനോഹരായ രീതിയിൽ കോർത്തെടുത്തിട്ടുള്ള ഉണ്ടമാലയാണ്. തിരുമുടിമാലകൾക്കും കിരീടത്തിനൊക്കെ മീതെ വിധാനമായിട്ട് 5-6 മനോഹരായ ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിരിക്കുന്നത്. താമരപ്പൂക്കള്, തുളസിമാലകൾ, തെച്ചിമാലകൾ, വെളുത്ത പൂക്കളും തുളസിയും കൂടി ചേർത്തുണ്ടാക്കിയുള്ള മാലകൾ, അങ്ങനെ ശ്രീലകത്ത് നോക്കുന്നിടത്തെല്ലാം പുഷ്പമാലകളുടെ നടുവിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉണ്ണിയാണ് കൂർമാവതാരമൂർത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സമുദ്രമഥന സമയത്ത് അമൃതനായി മന്ദരപർവ്വതം കടഞ്ഞു തുടങ്ങിയപ്പോൾ അടിത്തറയില്ലാത്ത ആഴത്തിലേക്ക് താണുപോയ പർവ്വതത്തെ തൻ്റെ പുറന്തോടിൽ താങ്ങി നിർത്തിയത് ഭഗവാനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും ആവുന്ന പർവ്വതങ്ങളെ താങ്ങി നിർത്താൻ ഗുരുവായൂരപ്പൻ തൻ്റെ കൂർമ്മരൂപത്തിൽ നമ്മളോടൊപ്പം എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളതാണ്. ആമ ഏതൊരു നിമിഷത്തിലും കാലുകളെയും തലയെയും ഒക്കെ പുറന്തോടിനുള്ളിലേക്ക് വലിച്ച് സ്വയം സംരക്ഷിക്കുന്നത് പോലെ ഭക്തനായ ഒരുവൻ തൻ്റെ ബാഹ്യമായ വികാരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് പിൻവലിച്ച് ഭഗവത് നാമത്തിൽ മനസ്സിനെ അർപ്പിക്കണം എന്നും കൂടിയാണ് കൂർമാവതാരം നമ്മളെ പഠിപ്പിക്കുന്നത്. യഥാ സംഹാരതേ ചായ കൂർമോങ്കാനീവ സർവശഃ എന്ന് പറയുന്നില്ലേ, അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് അരുളി ചെയ്തതാണ്. ആമ തൻ്റെ അവയവങ്ങളെ ഉൾവലിക്കുന്നത് പോലെ ഏതൊരുവൻ ഇന്ദ്രിയങ്ങളെ വിഷയാസക്തികളിൽ നിന്ന് തിരിച്ചുവിടുന്നുവോ
അവൻ്റെ പ്രജ്ഞ സ്ഥിരമായി ഭവിക്കണു എന്ന് ഭഗവാൻ അർജുനനോട് ഗീതോപദേശ സമയത്ത് പറഞ്ഞതാണ്. ഉണ്ണിക്കണ്ണൻ്റെ ഈ കളഭാലങ്കാര രൂപം മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാം. അല്ലയോ പൊന്നു ഗുരുവായൂരപ്പ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ താപങ്ങളെയും ശമിപ്പിച്ച് തൃപ്പാദങ്ങളിൽ ഞങ്ങൾക്ക് അഭയം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാൻ കൂർമാവതാരമൂർത്തിയായിട്ട് ശ്രീലകത്ത് നിൽക്കുമ്പോൾ ആ ദിവ്യ തൃപ്പാദങ്ങൾ പിടിച്ച് കണ്ണുകളടച്ച് മനസ്സുരുകി നമുക്ക് ഹരിനാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.